സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 18ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2024 മികച്ച ഡോക്യുമെന്ററി ഫിലിം അവാർഡ് നേടിയ ഗോൾഡൻ ത്രെഡ് എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകനായ നിസ്ത ജെയിൻ. പബ്ലിക് എക്സാമിനേഷൻസ് ആക്ട് 2024 പ്രകാരം മത്സര പരീക്ഷകളിലെ ദുഷ്പ്രവൃത്തികൾക്കും ക്രമക്കേടുകൾക്കും ശിക്ഷിക്കപ്പെട്ട ഒരാൾക്കുള്ള ഏറ്റവും കുറഞ്ഞ ജയിൽ വ്യവസ്ഥ എന്താണ്? 3 വർഷം ജയിൽവാസം. വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് അനുസരിച്ച് അങ്ടാഡ് റിപ്പോർട്ട് പ്രകാരം 2023 ഇന്ത്യക്ക് എത്ര നേരിട്ടുള്ള വിദേശ നിക്ഷേപമാണ് ലഭിച്ചത്? $28 ബില്യൺ. 2024 മെയ് മാസത്തിൽ ഏത് രാജ്യമാണ് ചൈനയെ പിന്തള്ളി ഇന്ത്യയുടെ 4ാമത്തെ വലിയ കയറ്റുമതി വിപണിയായത്? യുണൈറ്റഡ് കിങ്ഡം. ഏത് രാജ്യത്തെ ജനങ്ങൾക്കായാണ് ഇന്ത്യ ഇ മെഡിക്കൽ വിസ സംരംഭം പ്രഖ്യാപിച്ചത്? ബംഗ്ലാദേശ്. അടുത്തിടെ സമീർ സോമയ്യയുടെ പിൻഗാമിയായി IMC ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റ് ആയതാര്? സഞ്ജയ മാരിവാല. അടുത്തിടെ അന്തരിച്ച വേണുഗോപൻ ഏത് ഭാഷാ ചലച്ചിത്രങ്ങളുടെ പ്രശസ്ത സംവിധായകനായിരുന്നു? മലയാളം. അടുത്തിടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സെക്രട്ടറിയായി നിയമിച്ചതാരെ? അതുൽ കുമാർ ചൗധരി. അടുത്തിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലിന്റെ അധിക ചുമതല ആർക്കാണ് നൽകിയത്? പ്രദീപ് സിംഗ് ഖരോല. ബ്രിട്ടീഷ് നടൻ തിയോ ജെയിംസിനെ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസഡറായി നിയമിച്ച ഐക്യരാഷ്ട്ര സംഘടന UNHCR. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.